Hello everyone. നമ്മൾ ഷുവർ ഷോർട്സിലെ ആദ്യത്തെ ഒരു ചാപ്റ്ററാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ രാസബന്ധനം കെമിക്കൽ ബോണ്ടിങ്ങിലെ ചില പ്രധാനപ്പെട്ട അതിലെ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ എല്ലാ പോർഷൻസും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ചില പ്രധാന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്യാം. മുഴുവൻ കണ്ടിട്ട് അതിലെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചോദ്യങ്ങൾ കാണുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഉത്തരം ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓരോ ചോദ്യങ്ങളൊന്ന് എടുത്തു നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. ഞാനിതാ ഇവിടെ ചില ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റോമിക നമ്പർ, പീരിയഡ് നമ്പർ, ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ അറ്റോമിക നമ്പർ നമുക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം ABC എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ സിമ്പൽ എന്തല്ല, പ്രതീകം യാഥാർത്ഥ്യമല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. 281 എന്ന് കൊടുത്തിട്ടുണ്ട്. 2ഉം 8ഉം 10, 10ഉം 1ഉം 11 ആയിരിക്കും അറ്റോമിക നമ്പർ ഉണ്ടാവുക. 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെ പീരിയഡ് നമ്പർ എങ്ങനെയാണ് കാണുക. പീരിയഡ് നമ്പർ തരാൻ എത്ര ഷെല്ലുകൾ ഉണ്ടോ അതായിരിക്കും പീരിയഡ് നമ്പർ. 2, 8, 1 3 ഷെല്ലുകളാണുള്ളത്. പീരിയഡ് നമ്പർ 3 ആണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമായ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണെന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രൂപ്പ് നമ്പർ പറയേണ്ടത്. ബാഹ്യതമായ ഷെല്ലിൽ 1, 2 ആണെങ്കിൽ അതുതന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. എന്നാൽ 2ൽ കൂടുതൽ 3 മുതൽ 8 വരെ പോവാലോ അല്ലെ, അവസാനത്തെ ഷെല്ലിൽ 8 വരെ ഇലക്ട്രോൺ പോകാം. 3 മുതൽ 8 വരെയുള്ള സംഖ്യയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത് എങ്കിൽ, ബാഹ്യതമായ ഷെല്ലിൽ ഉള്ളത് എങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 10 കൂട്ടണം. അപ്പോൾ ഇവിടെ നോക്കിയേ 1 ആണുള്ളത്, അതുകൊണ്ട് തന്നെ 1 തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. എന്നാൽ ഇവിടെ സ്ഥിതി മാറും. നമുക്കറിയാം അറ്റോമിക് നമ്പർ 18 ആണ് വന്നിട്ടുണ്ടാവുക. 3 ഷെല്ല് അതിനുമുണ്ട്, അഥവാ പീരിയഡ് നമ്പർ 3 ആണ്. പക്ഷേ ഗ്രൂപ്പ് നമ്പർ നോക്കിയേ 8 ആണ് ഇവിടെ ഉള്ളത്. 8ൻ്റെ കൂടെ 10 കൂട്ടണം, 18ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും വരിക. ഇനിയോ സി എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒന്നും പറയില്ല. അറ്റോമിക് നമ്പർ ഉണ്ട് 16, സ്വാഭാവികമായിട്ടും 2, 8, 6 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്കറിയാം 3 പീരിയഡ് അതിനുണ്ട്. സ്വാഭാവികമായിട്ടും അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. 6ൻ്റെ കൂടെ 10 കൂട്ടുക, 16 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഗ്രൂപ്പും പീരിയഡും കാണുന്ന ചോദ്യങ്ങൾ പരസ്പരം മാറിപ്പോവരുത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ സംഗതി. അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറോ നമ്മൾക്ക് കിട്ടൽ നിർബന്ധമാണ്. ഒരു ചോദ്യം, അലസവാതകം ഏതാണ്, നോബിൾ ഗ്യാസ് ഏതാണ്? നമുക്കറിയാം 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിച്ച പേരായിരുന്നു അലസവാതകം. സോ ബി ആണ് ഇവിടുത്തെ അലസവാതകമായിട്ടുള്ളത്. AC എന്നിവ കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തം എന്നാണ്, സംയുക്തത്തിൻ്റെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല എന്താണ് എന്നാണ്. Aയും Cയും ആണ്. Aയും Cയും എങ്ങനെയാ മക്കളെ നമ്മൾ ഒരു സംയുക്തത്തിൻ്റെ രാസസൂത്രം കണ്ടുപിടിക്കുക? A എന്ന് പറയുന്ന ആളുടെയും C എന്ന് പറയുന്ന ആളുടെയും അത് രണ്ടിൻ്റെയും സംയോജകത, വാലൻസി നമുക്ക് നിർബന്ധമായും അറിയണം. അപ്പോൾ A നോക്കിയേ 2, 8, 1 ആണ്. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ A എന്ന് പറയുന്ന ആളുടെ വാലൻസി 1 ആണ്. ഇനി C എന്ന് പറയുന്ന ആളോ 2, 8, 6 ആണ്. നമുക്കറിയാം വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ പങ്കുവെക്കുന്നു. കാർബൺ ഒക്കെ ആണെങ്കിൽ 4 ആയിരിക്കും വാലൻസി. കാരണം കാർബൺ എപ്പോഴും 4 ഇലക്ട്രോണിനെയാണ് പങ്കുവെക്കുക. നമ്മൾക്കറിയാം അതേത് ബന്ധനായിരുന്നു, സഹസംയോജകം, കൊവാലന്റ് ബോണ്ടാണ്. എന്നാൽ ഇവിടെ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, അപ്പോൾ 1 ആണ് വാലൻസി. ഇവിടെ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും, അപ്പോൾ 2 ആണ് സിയുടെ വാലൻസി. വാലൻസികൾ പരസ്പരം മാറ്റി താഴേക്ക് നമ്മൾ എഴുതുന്നു. എയുടെ താഴെ 2 വരും, സിയുടെ താഴെ 1 വരും. 1 കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടമല്ല, 1 ഉണ്ടെങ്കിൽ നമ്മൾ എഴുതൂല മക്കളെ. സോ ആൻസർ ഈസ് A2C എന്നുള്ളതായിരിക്കും. Aയും Cയും കൂടി ചേർന്നാലുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രമായിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള രാസസൂത്രങ്ങൾ എഴുതുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ചോദ്യം,
നൈട്രജന്റെ തന്മാത്രാ രൂപീകരണത്തിൽ പരസ്പരം പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം എത്ര? 2022 നമ്മൾ ഫൈനൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. നൈട്രജന്റെ തന്മാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ്റങ്ങൾ കൂടി ചേർന്നാണ് തന്മാത്ര. ഇത് നൈട്രജൻ ആറ്റം N2 എന്ന് എഴുതുമ്പോഴാണ് നൈട്രജൻ തന്മാത്രയാകുന്നത്. അതിൽ എത്ര ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുന്നത്? നമുക്കറിയാം ഇലക്ട്രോണുകൾ പങ്കുവെക്കുക സഹസംയോജക ബന്ധനമാണ്. ഒരു ഇലക്ട്രോണിനെ പങ്കുവെക്കുന്ന ആളാണ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ കണ്ടോ, അവസാനത്തെ ഷെല്ലിൽ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. 9 ആയതുകൊണ്ട് തന്നെ 2,7 ആണ്. 7 ഇലക്ട്രോണിനെ ഇവിടെ വരച്ചിട്ടുണ്ട്. മറ്റൊരു ഫ്ലോറിലും 7 ഇലക്ട്രോൺ. അപ്പൊ 8 ഇലക്ട്രോൺ ആയാലേ എന്ത് ചെയ്യുള്ളൂ? സ്ഥിരത കൈവരിക്കുള്ളൂ, സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലെ. 8 ഇലക്ട്രോൺ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിന് ഫ്ലൂറിൻ എവിടെന്നെങ്കിലും കിട്ടണം, ഈ ഫ്ലൂറിനും ഒരു ഇലക്ട്രോൺ എവിടെന്നെങ്കിലും കിട്ടണം. അവർ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നു. ഒരു ഇലക്ട്രോണിനെ പങ്കുവെക്കുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ രൂപത്തിൽ എന്തുണ്ടാകുന്നു? അത് സഹസംയോജക ബന്ധനമായി മാറുന്നു. ഓക്കെ, സഹസംയോജക ബന്ധനം. ഇവിടെ സഹസംയോജക ബന്ധനമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ പോലെയുള്ള ആറ്റങ്ങളൊക്കെ ഒരു ഇലക്ട്രോണിനെയാണ് പങ്കുവെക്കുന്നത്. എന്നാൽ ഓക്സിജൻ ആണെങ്കിലോ നമുക്കറിയാം 2,6 അല്ലെ, അറ്റോമിക് നമ്പർ 8 ആണ്, 2,6 ആണ് വരിക. 6 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോണിൽ കൂടി കിട്ടണം. എന്ത് ചെയ്യും? ഈ പറഞ്ഞ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും കൂടി പങ്കുവെക്കും. അതിവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നു. അവിടെ നമുക്കറിയാം ഓക്സിജൻ 2 ഇലക്ട്രോണിനെയാണ് പങ്കുവെക്കുന്നത്. എന്നാൽ നൈട്രജൻ ആണെങ്കിലോ അറ്റോമിക് നമ്പർ 7 ആണ്, 2,5 ആണ്. 5 ഇലക്ട്രോൺ 2 ഇതാ, ബാക്കി 3 എണ്ണം ഇതാ. ഓക്കെ, അപ്പോൾ ഈ 3 ഇലക്ട്രോണും തമ്മിലാണ് പങ്കുവെക്കുക. കാരണം എന്തേ? ഈ പറഞ്ഞ 5ന് പുറമെ 3 ഇലക്ട്രോൺ കൂടി കിട്ടിയാലേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുള്ളൂ, സ്ഥിരത കൈവരിക്കുള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോൺ ജോഡികളെയാണ് നൈട്രജൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്ലൂറിന്റെ കേസിലാണെങ്കിൽ അത് നമ്മൾ വിളിക്കും അല്ലെ, ഏത് ബന്ധനമാണ് അല്ലെ? സിംഗിൾ ബോണ്ടാണ്. എന്നാൽ ഓക്സിജൻ ആണെങ്കിൽ ഡബിൾ ബോണ്ടാണ്, ദ്വിബന്ധനമാണ്. നൈട്രജൻ ആണെങ്കിൽ ത്രിബന്ധനമാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ സഹസംയോജക ബന്ധനത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. താഴെ പറയുന്ന സംയുക്തങ്ങളുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വരച്ച ആ രീതിയെ വിളിച്ച പേരായിരുന്നു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അല്ലെ. 2 രൂപത്തിൽ നമുക്ക് ഡയഗ്രാം വരക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ ബോർ മാതൃകയിൽ നമുക്ക് ഓരോ ഇലക്ട്രോണിനെയും 2, 8, 3 അങ്ങനെയൊക്കെ രണ്ടാമത്തെ ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തിൽ 3 ഇലക്ട്രോൺ അങ്ങനെയൊക്കെ നമുക്ക് വരക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും ചുരുക്കി വരക്കുന്ന ഇലക്ട്രോണുകളെ ഡോട്ടുകളായി, പോയിന്റുകളായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ വരക്കുന്നത്. അപ്പോൾ MgO എങ്ങനെയാണ് MgOയുടെ സ്ട്രക്ചർ വരക്കുക അല്ലെ? മഗ്നീഷ്യം ആറ്റമാണ്. മഗ്നീഷ്യം ആറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അറ്റോമിക നമ്പർ എത്രയായിരിക്കും? മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 12 ആണ്. 12 എന്ന് പറയുമ്പോൾ 2,8,2 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോണിനെ ഞാൻ കാണിച്ചിരിക്കുന്നു. എന്നാൽ ഓക്സിജൻ ആറ്റത്തിനോ ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം 8 ആണ്, 2,6 ആണ് വരിക. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ടാകും? 6 ഇലക്ട്രോൺസ് ഉണ്ടാകും. ഞാൻ 6 ഇലക്ട്രോൺസിനെ കാണിച്ചിരിക്കുന്നു. എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ മഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ ആർക്ക് കൊടുക്കും? ഓക്സിജന് കൊടുക്കും. അതോടുകൂടി ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് എത്തുന്നതോട് കൂടിയിട്ട് ഇയാളുടെ എത്രയായി മാറും അല്ലെ? Mgയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അത് പോയതോടുകൂടി Mgക്ക് ഒന്നുമില്ല. പക്ഷെ നമുക്കറിയാം 2 ഇലക്ട്രോൺ പോയാൽ എന്താ സംഭവിക്കുക? 2+ ചാർജ് ആണ് ഉണ്ടാവുക. എന്നാൽ ഓക്സിജനോ, ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓൾറെഡി 6 എണ്ണം ഉണ്ട്. അതിനു പുറമെ മഗ്നീഷ്യത്തിൽ നിന്നും കിട്ടിയ 2 എണ്ണം കൂടി കിട്ടി. ടോട്ടൽ ഇപ്പോൾ എത്രയായി മക്കളെ? 8 ഇലക്ട്രോൺ ആയി. 2 ഇലക്ട്രോൺ കിട്ടിയതിനാൽ നെഗറ്റീവ് ചാർജ്. സോ ദിസ് ഈസ് ദ MgO, മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടായി. 2,8 ആയിരിക്കും മഗ്നീഷ്യത്തിൻ്റെത് വരിക അല്ലേ? എന്നാൽ 2,8 തന്നെയായിരിക്കും ഓക്സിജന്റെയും ഇലക്ട്രോൺ വിന്യാസം ഈ പറഞ്ഞ അയോണുകളുടേത് വരുന്നത്. അപ്പോൾ മഗ്നീഷ്യം 2+ പോസിറ്റീവ് ചാർജാണ്, കാറ്റയോൺ ആണ്. ഓക്സിജൻ 2- നെഗറ്റീവ് ചാർജാണ്, ആനയോൺ ആണ്. സോ ദിസ് ഈസ് ദ MgO. ഇനി നമുക്ക് അടുത്തടുത്ത് നോക്കാം. അപ്പോൾ ഇതേത് ബന്ധന മക്കളെ? ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, മറ്റാൾ ഇലക്ട്രോണിനെ വാങ്ങുന്നു. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ അല്ലെ, ഒരറ്റത്തിൽ നിന്നും മറ്റൊരറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെ ഉണ്ടായ ഈ ബന്ധനത്തിന്റെ പേരായിരുന്നു ഏത്? അയോണിക ബന്ധനം, അയോണിക് ബോണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിച്ചത്.
റെഡി അല്ലേ? അപ്പൊ MgO ആണ് ഇവിടുത്തെ അയോണിക സംയുക്തമായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള രണ്ടുപേരെ നോക്കിയേ. CH4 ആരാ മക്കളെ? CH4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? മീഥെയ്ൻ ആണ്. മീഥെയിന്റെ ഘടന എങ്ങനെ വരയ്ക്കുക? മീഥെയിൻ നമുക്കറിയാം ഒരു കാർബൺ ആണുള്ളത്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 2,4 ആയിരിക്കും വരിക. 2,4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടാവും. 1 2 3 4 4 ഇലക്ട്രോൺ ഞാൻ വരച്ചിരിക്കുന്നു. 4 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ നമുക്കറിയാം ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ. ഇനി എന്താ ചെയ്യുക? ഇവിടെ ഇലക്ട്രോണിനെ കൊടുത്തിട്ടും കാര്യമില്ല, വാങ്ങിയിട്ടും കാര്യമില്ല. ഇലക്ട്രോണിനെ പങ്കുവെക്കും. എങ്കിൽ മാത്രമേ ഇവക്ക് സ്ഥിരത കൈവരിക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെ പങ്കുവെക്കുക? ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഒരു ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺ കൊള്ളുമോ? ഇല്ല. അപ്പൊ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം 8 ഇലക്ട്രോൺ വേണ്ട ഹൈഡ്രജനിന് സ്ഥിരത കൈവരിക്കാൻ, സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ. നേരെ മറിച്ചോ കാർബണിന് 8 എണ്ണം വേണം. അപ്പൊ ഹൈഡ്രജനെ സംബന്ധിച്ച് 2 ഇലക്ട്രോൺ കിട്ടിയാൽ തന്നെ എന്താകും? സ്ഥിരത കൈവരിക്കും. ഒരു ഇലക്ട്രോൺ സ്വന്തമായിട്ടുള്ളതുണ്ട്, മറ്റൊരു ഇലക്ട്രോൺ എവിടുന്ന് കിട്ടും? കാർബണിൻ്റെത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ വരിക? ഹൈഡ്രജന്റെ ഈ ഒന്നും കാർബണിന്റെ ഈ ഒന്നും കൂടി ചേർന്ന് കണ്ട് അവക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കും. ഈ ഹൈഡ്രജനോ ഇവിടെയുള്ള ഒരു കാർബണിന്റെ ഒരു ഇലക്ട്രോണുമായിട്ട് പങ്കുവെക്കും. ഇവിടെയോ ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ കാർബണിന്റെ ഒരു ഇലക്ട്രോണിനെ പങ്കുവെക്കും. ഈ ഹൈഡ്രജനും ഒരു ഇലക്ട്രോണിനെ പങ്കുവെക്കും. ഇങ്ങനെയാണ് ഹൈഡ്രജൻ സ്ഥിരത കൈവരിക്കുന്നത്. എന്നാൽ കാർബണിനെ നോക്കിയേ, സ്വന്തമായുള്ള 4 ഇലക്ട്രോൺ, പുറമെ ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ കിട്ടിയാണ് അല്ലെ? പങ്കുവെച്ചിട്ടുള്ള നേരത്തെ അല്ലെ? ഇവര് പങ്കുവെച്ചല്ലേ? അപ്പൊ 5 ഇവിടുത്തെ പങ്കുവെച്ചാണ്. 6 ഇവിടെ പങ്കുവെച്ചതാണ്. 7 ഇവിടെയും പങ്കുവെച്ചതാണ്. 8 കണ്ടോ? 8 ഇലക്ട്രോൺ ആർക്ക് കിട്ടി? കാർബണിന് കിട്ടി. കാർബൺ സ്ഥിരത കൈവരിച്ചു, ഹൈഡ്രജൻ സ്ഥിരത കൈവരിച്ചു. നമ്മൾ ഇതെങ്ങനെ വരയ്ക്കുക? CH4 മീഥെയ്ൻ തന്മാത്ര. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഘടന ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിലൂടെ വരക്കുന്നത്. ഇനി മൂന്നാമത്തെ ആൾ നോക്കിയേ, H2O എങ്ങനെ വരയ്ക്കുക? H2O നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. അതിന്റെ 2 ഭാഗത്താണ് ഹൈഡ്രജനുകൾ ഉള്ളത്. ഹൈഡ്രജന് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഓക്സിജനോ നമ്മൾക്കറിയാം 6 ഇലക്ട്രോൺ ഉണ്ടാവും. 2,6 ആണ്. 1 2 3 4 5 6 അല്ലെ? ഹൈഡ്രജനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു 2 ഇലക്ട്രോൺ മതി. അപ്പൊ ഇവർ തമ്മിൽ പങ്കുവെക്കും ഒരു ഇലക്ട്രോണിനെ. ഈ ഹൈഡ്രജനോ ഒരു ഇലക്ട്രോണിനെ പങ്കുവെക്കും. എന്നാൽ ഓക്സിജൻ നോക്കിയേ, ഓക്സിജൻ സ്ഥിരത കൈവരിച്ചു മക്കളെ. സ്വന്തമായുള്ള 6ഉം ഇവിടുത്തെ 1 7 ഇവിടുത്തെ 1 8 ടോട്ടൽ എത്രയാടാ? 8 ഇലക്ട്രോൺ ആയി. ഇങ്ങനെയാണ് H2O ജലതന്മാത്രയുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. അപ്പൊ ഏതൊരു തന്മാത്രയുടെയും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ചാൽ ഇങ്ങനെ കൃത്യമായി വരയ്ക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോലത്തുള്ള ഓക്സിജൻ അല്ലെങ്കിൽ ക്ലോറിൻ അതേപോലെ സോഡിയം പോലുള്ള ആറ്റങ്ങളൊക്കെ 8 ഇലക്ട്രോൺ ആവാൻ ഇലക്ട്രോണിനെ കൊടുക്കുകയാണോ വാങ്ങുകയാണോ പങ്കുവെക്കുകയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ CH4ഉം H2Oയും ഇലക്ട്രോണിനെ പങ്കുവെച്ചതാണ്. ഇലക്ട്രോണിന്റെ ഷെയറിങ് കാരണമായിട്ടുള്ള ഈ ഒരു ബന്ധനത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു കോവാലന്റ് ബോണ്ട്, സഹസംയോജക ബന്ധനം എന്നാണ് നമ്മൾ വിളിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അയോണിക സംയുക്തങ്ങൾക്ക്, അയോണിക് കോമ്പൗണ്ടുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ്. ജലത്തിൽ ലയിക്കില്ല. അയോണിക ബന്ധനത്തിനും സഹസംയോജനം നമുക്കറിയാം. അയോണിക ബന്ധനത്തിന് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ഈ ഒരു ടേബിൾ ഒക്കെ ഓർമ്മ ഉണ്ടാകും. ഇത് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഈ ഒരു ടേബിൾ ഉണ്ട്, അതോടൊപ്പം തന്നെ മലയാളം മീഡിയംകാർക്കും ഈ ടേബിൾ ഉണ്ട്. ഇതിൽ ഏറ്റവും പഠിക്കാനുള്ള എളുപ്പ വഴി എന്താ വെച്ചാൽ ഈ പറഞ്ഞ സംഗതിയിൽ അയോണിക ബന്ധനത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാടാ? സോഡിയം ക്ലോറൈഡ് ആണല്ലേ. സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കും, ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങും. കൊടുക്കൽ വാങ്ങലാണ് അയോണിക ബന്ധനമാണ്. അയാൾ ഒരു അയോണിക സംയുക്തമാണ്, അയോണിക് കോമ്പൗണ്ട് ആണ്. ആ സോഡിയം ക്ലോറൈഡ് ആരാ? ഉപ്പ് അല്ലെ? നമ്മുടെ ടേബിൾ സാൾട്ട് ആണ് സാധനം. അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അത് ഏതവസ്ഥയിലാ? ഖരം, സോളിഡ് അല്ലേ സാധനം. അതോടൊപ്പം തന്നെ അതെന്ത് ചെയ്യും? ജലത്തിൽ സോല്യൂബിൾ അല്ലേ, ജലത്തിൽ ലയിക്കും. അതോടൊപ്പം തന്നെ അത് വൈദ്യുതി പ്രവഹിപ്പിക്കും. എപ്പോ? ലായനി ആയിരിക്കണം, അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലായിരിക്കണം. ഒന്നുകിൽ സൊല്യൂഷൻ സ്റ്റേറ്റിലായിരിക്കണം, അക്വസ് സൊല്യൂഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ മോൾട്ടൺ ആയിരിക്കണം. മോൾട്ടൺ സ്റ്റേറ്റിലോ സൊല്യൂഷനോ ആകുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞതിൽ ഈ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് ഒക്കെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്, വൈദ്യുതിയെ ചാലകത നടത്തുന്നത്. ഇനിയോ ദ്രവണാങ്കം, ഉപ്പിനെ പെട്ടെന്ന് അത് എന്ത് ചെയ്യാ
പിന്നെ തിളപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ദ്രവണാങ്കം വളരെ ഉയർന്നതാണ്, തിളനിലയും വളരെ ഉയർന്നതാണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലായിരിക്കും ഉപ്പിനുണ്ടാവുക. അത് മാത്രമായിട്ട് മതി. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സഹസംയോജകത്തിൽ വരിക. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഈ പറയുന്നതിൽ ആരൊക്കെയാണ് വരിക? ജലത്തിൽ ലയിക്കൂലേ? ജലത്തിൽ ലയിക്കും. വ്യത്യസ്ത അവസ്ഥയിൽ കാണപ്പെടുമോ? ഇല്ല, ഖരാവസ്ഥയിൽ മാത്രമാണ്. ഉരുകിയ അവസ്ഥയിലും ലായനിയായിരിക്കുമ്പോഴും വൈദ്യുതി കടത്തിവിടൂലേ? മോൾട്ടൺ സ്റ്റേറ്റിലും അക്വ സൊല്യൂഷനിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെയുമാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ടുള്ളത്. ഒന്നാമത്തും മൂന്നാമത്തും എന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ സഹസംയോജക സംയുക്തം കൊവാലന്റ് കോമ്പൗണ്ടുകളുടേതാണ് പ്രത്യേകതയായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാലൻസി. എന്താണ് വാലൻസി? വാലൻസി വെച്ചാൽ എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് കെമിസ്ട്രിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഒരു സംയുക്തത്തിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ രാസസൂത്രം എഴുതണമെന്നുണ്ടെങ്കിൽ ആരറിയണം? സംയോജകത അറിയണം. അപ്പൊ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വിട്ടുകൊടുത്ത അല്ലെങ്കിൽ സ്വീകരിച്ച അല്ലെങ്കിൽ പങ്കുവെച്ച ഷെയർ ചെയ്ത ഇലക്ട്രോണുകളുടെ എണ്ണത്തെ വിളിച്ച പേരായിരുന്നു സംയോജകത എന്നുള്ളത്. ഓരോ ആറ്റങ്ങളുടെയും സംയോജകത നമുക്ക് നിർബന്ധം അറിയണം മക്കളെ. നിർബന്ധം പഠിക്കേണ്ട കുറച്ച് ആൾക്കാരാണിത്. ഹൈഡ്രജന്റെ എപ്പോഴും ഇത്ര ആയിരിക്കും വാലൻസി +1. കാരണം എന്തേ? ഇവിടെ വിട്ടുകൊടുത്തതല്ല, സ്വീകരിച്ചതല്ല. ഹൈഡ്രജൻ ഓൾവേസ് ഷെയറിങ് ഇലക്ട്രോൺ. കാരണം ആകെ ഒരു ഇലക്ട്രോൺ ഉള്ളൂ, സ്വന്തമായിട്ട് ഒരു ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ കിട്ടിയ ഒരു ഇലക്ട്രോണിനെ പങ്കുവെക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ ഹൈഡ്രജൻ എപ്പോഴും വാലൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ സോഡിയം എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. പൊട്ടാഷ്യം +1, മഗ്നീഷ്യം +2, കാൽഷ്യം +2. സാധാരണഗതിയിൽ വാലൻസി വരുമ്പോൾ എന്താവശ്യമില്ല, +ഓ മൈനസോ എന്നുള്ളത് വിഷയമല്ല. അത് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോഴാണ് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് വിഷയമായിട്ടുള്ളത്. എന്നാൽ വാലൻസി വരുമ്പോൾ +ആണ്. പിന്നെ വാലൻസി വരുമ്പോൾ +, ഞാൻ ഇവിടെ ഇടാൻ കാരണം എന്താ? എപ്പോഴും നമ്മൾ സംയോജകത ഉപയോഗിച്ച് രാസസൂത്രം എഴുതുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആളെയാണ് എപ്പോഴും എഴുതേണ്ടത്. ഇപ്പൊ എയും ബിയും, എ +1 ആണ്, ബി -1 ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും BA എന്ന് എഴുതരുത്, AB തന്നെ എഴുതണം. അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കണം. എന്നാൽ ഫ്ലൂറിൻ എപ്പോഴും -1 ആണ്, ക്ലോറിൻ എപ്പോഴും -1 ആണ്, ഓക്സിജൻ എപ്പോഴും -1. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ രൂപത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ വേഗത്തിൽ പറഞ്ഞിടാ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത്? സോഡിയം ഓക്സൈഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോഡിയം എഴുതണം, ഓക്സിജൻ എഴുതണം. സോഡിയത്തിന്റെ വാലൻസി 1 ആണ്, ഓക്സിജന്റെ വാലൻസി എത്രയാടാ? 2 ആണ്. പരസ്പരം മാറ്റി താഴേക്കിടുക. സോഡിയത്തിന്റെ താഴെ 2 വരും, ഓക്സിജന്റെ താഴെ 1 വരും. 1 കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടമല്ല, എഴുതൂല. Na2O. പേര് നോക്കിയേ, സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്. 3 പേരെ കുറിച്ച് ചോദിച്ചാലും ഒക്കെ ഒരേപോലെ തോന്നുക. സോഡിയം ഓക്സൈഡ് Na2O. അപ്പൊ മഗ്നീഷ്യം ഓക്സൈഡ് Mg2O, അലുമിനിയം ഓക്സൈഡ് Al2O. അല്ല, വ്യത്യാസമുണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കും. മഗ്നീഷ്യം ഓക്സൈഡ് എത്രയാടാ? Mg ആണ്. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണ്. മഗ്നീഷ്യത്തിൻ്റെ ഇത് 2 ആണ്, ഓക്സിജൻ്റെ ഇതും 2 ആണ്. പരസ്പരം മാറ്റി താഴേക്കിട്ടാൽ മഗ്നീഷ്യത്തിൻ്റെ താഴെ 2 വരും, ഓക്സിജന്റെ താഴെയും 2 വരും. 2 ഭാഗത്തും 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പൊതുസംഖ്യ കൊണ്ട് ഹരിക്കാം. പൊതുവായ ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ്? 2ഉം 2ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റിയ കോമൺ നമ്പർ 2 തന്നെ. അപ്പോൾ 2 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? മഗ്നീഷ്യത്തിൻ്റെ താഴെ 1 വരും, ഓക്സിജന്റെ താഴെ 1 വരും. 1 കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? MgO എന്ന് എഴുതാം. റെഡിയാണോ? ഓക്കെ. അലുമിനിയം ഓക്സൈഡ് നോക്കിയേ, അലുമിനിയം ആണ്. അലുമിനിയത്തിന്റെ വാലൻസി, അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? 13 ആണ് കേട്ടോ. 13, 2, 8, 3 ആണ് വരിക. സോ 3 ആയിരിക്കും വാലൻസി വരിക. ഓക്സിജൻ എപ്പോഴും എത്ര തന്നെയാണ്? 2 ആണ്. നിങ്ങൾ നിർബന്ധം പഠിക്കണം, ഓക്സിജൻ എപ്പോഴും 2, ക്ലോറിൻ എപ്പോഴും 1, അത് മറക്കരുത്. അപ്പോൾ പരസ്പരം മാറ്റി താഴേക്ക് ഇട്ടാൽ എങ്ങനെ വരുടാ? Alന്റെ താഴെ 2 വരും, ഓക്സിജന്റെ താഴെ എന്ത് ചെയ്യും? 3 വരും. Al2O3. നേരത്തെ പറഞ്ഞ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് 2 ഒന്ന് 3 ആണ് മക്കളെ, ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. സോ ഇത് തന്നെയാണ് ഇതിന്റെ രാസസൂത്രം. കണ്ടോ നിങ്ങൾ, 3 ആൾക്കാരും വ്യത്യസ്തമാണ്. Na2O അതാണ് സോഡിയം ഓക്സൈഡ്, MgO ദാറ്റ് ഇസ് മഗ്നീഷ്യം ഓക്സൈഡ്, Al2O3 ദാറ്റ് ഇസ് അലുമിനിയം ഓക്സൈഡ്. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് കഴിയുമ്പോൾ ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ചെയ്തിട്ടുണ്ടാകും. ഈ ചെയ്ത കാൽക്കുലേഷൻ ഉണ്ടല്ലോ, കണക്ക് കൂട്ടൽ, അത് നമ്മുടെ മനസ്സിൽ ചെയ്ത് അതിന്റെ കൃത്യമായിട്ടുള്ള രാസസൂത്രം എഴുതാൻ അല്ലെങ്കിൽ പറയാൻ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? സാധിക്കണം. ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷ കഴിയുമ്പോൾ ഉയരേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യമാണ് നമുക്ക് ഈ ഒരു ഷുവർ ഷോട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായി ചാപ്റ്ററിന്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് 3ാമത്തെ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് വീണ്ടും കാണാം.
ബൈ.